എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്ന് നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്ന് നമുക്ക് നോക്കാം. ടൈം ടേബിൾ ഫോർ ദ 7th സെമസ്റ്റർ MCOM 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി CBCSS റെഗുലർ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ നവംബർ 2025 ഇൻ ദ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്. പരീക്ഷാ സമയം രാവിലെ 10 മണി മുതൽ 1 മണി വരെ. അത് വെള്ളിയാഴ്ച ആണെങ്കിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ ആയിരിക്കും. പരീക്ഷകൾ ജനുവരി 6 ആരംഭിക്കും. അടുത്തൊരു പ്രധാന അപ്ഡേറ്റ് നോക്കാം. പരീക്ഷാ ടൈം ടേബിൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠന വകുപ്പിലെ 7ാം സെമസ്റ്റർ MCOM 5 ഇയർ ഇൻ്റഗ്രേറ്റ് CBCSS റെഗുലർ ലാറ്ററൽ എൻട്രി നവംബർ 2025 പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. നമ്മൾ മുമ്പേ കാണിച്ച ടൈം ടേബിൾ തന്നെയാണത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മിസ്റ്റർ സുധാകൃഷ്ണൻ ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പ് 2025 വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പ് അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എന്താണ് സ്കോളർഷിപ്പ് ദ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റഡിയിങ് ഇൻ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസ് ടു അഫിലിയേറ്റഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ എന്താണ് ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിസ്റ്റർ സുധാകൃഷ്ണൻ സ്കോളർഷിപ്പിന് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാരൻറ്റ് ഫിഷർമാൻ ആയിരിക്കണം, പാരൻറ്റ് മത്സ്യബന്ധകനായിരിക്കണം എന്നുള്ള സ്കോളർഷിപ്പ് എന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഇത് നിങ്ങളുടെ രക്ഷിതാവ് മത്സ്യബന്ധന തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ, ഫിഷർമാൻ ആണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള സ്റ്റുഡൻസിന്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്, 1ാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 60% മാർക്കിന് മുകളിൽ 60% അതിന് മേലേക്കോ പാസ്സായിട്ടുണ്ടാവണം. പാരൻറ്റ് ഫിഷർമാൻ ആൻഡ് ഒക്കുപ്പേഷൻ. ആനുവൽ ഇൻകം എന്ത് ചെയ്യാൻ പാടില്ല, ആനുവൽ ഇൻകം 1,00,000 കവിയാൻ ഉള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആണ്. തീർച്ചയായും ഇതിന് യോഗ്യതയായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ സർവകലാശാലയ്ക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത്. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.